നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. വീടിൻ്റെ ഐശ്വര്യത്തിന് ലക്ഷ്മി ദേവിയെ പൂജിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രഥമ ദൈവമായി ലക്ഷ്മി ദേവിയെ കണക്കാക്കുന്നു. ലക്ഷ്മി ദേവിയെ ഉചിതമായ രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കുമെന്നാണ് പറയുന്നത്. ശാന്തിയും സമാധാനവും എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓരോ വീടിൻ്റെയും ഐശ്വര്യം നിലനിൽക്കുന്നത് അവിടെ വസിക്കുന്നവരുടെ കൈകളിലാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നേടി ജീവിതം ഐശ്വര്യപൂർണമാകാനായി അടുക്കും ചിട്ടയോടെയുള്ള ലളിത ജീവിതമാണ് അത്യുത്തമം. ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്ന വീട്ടിൽ ഐശ്വര്യം നിറക്കാൻ ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലക്ഷ്മി ദേവിയെ എങ്ങനെ പ്രസാദിപ്പിക്കാം? സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയായ ലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ചില നല്ല ശീലങ്ങൾ നമ്മൾ പാലിക്കണം. പുണ്യം, നീതി, സത്യം, അനുകമ്പ എന്നിവ നിലനിൽക്കുന്നിടത്താണ് ലക്ഷ്മി ദേവി താമസിക്കുന്നത്. എല്ലായ്പ്പോഴും നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ഒരിക്കലും ചൂലി വീടിന് മുന്നിൽ വയ്ക്കരുത്. സമാധാനപരവുമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഭാര്യയോട് അനാദരവ് കാണിക്കരുത്. അവൾ വീട്ടിലെ ലക്ഷ്മിയാണ്. അവൾ സന്തോഷവതിയാണെങ്കിൽ സമ്പത്തിന്റെ ദേവിയും സന്തോഷവതിയാകും. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. വെള്ളിയാഴ്ചകളിൽ ചെറിയ പെൺകുട്ടികൾക്ക് വെളുത്ത നിറമുള്ള മധുര പലഹാരങ്ങൾ നൽകണം. നേരത്തെ ഉണരുക. സൂര്യോദയത്തിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. രാവിലെ കുളിച്ച് ആരാധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ. അഗ്നിദേവന് ഭക്ഷണം അർപ്പിക്കുവാൻ. കുബേരപ്രഭുവിന്റെ പ്രതിമ വീട്ടിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മിയെ സന്തോഷിപ്പിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തിലെ എല്ലാ പണത്തിൻ്റെയും സംരക്ഷകനാണ് കുബേരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രതിമ സ്ഥാപിക്കേണ്ട സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ ചെറിയ തേങ്ങകൾ, ചെറിയ ദക്ഷിണമൊത്ത തേങ്ങകൾ സാധാരണ തേങ്ങയേക്കാൾ ചെറുതാണ്. ഇതിനെ ശ്രീഫലം എന്ന് വിളിക്കുന്നു, അതായത് ലക്ഷ്മിയുടെ ഫലം. അതിനാൽ ഈ തേങ്ങയെ വീട്ടിൽ ആരാധിക്കുന്നത് ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പിന്നെ അമ്പലങ്ങൾ പോയി വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അമ്പലത്തിൽ കഴിവതും കുടുംബസമേതം ദർശനം നടത്തണം. അമ്പലത്തിൽ നിന്നും നേരെ സ്വന്തം ഭവനത്തിലേക്കാണ് പ്രസാദവുമായി വരേണ്ടത്. മറ്റു ഭവനങ്ങളിൽ പോവാൻ പാടില്ല. പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴും തിരിച്ച് വീട്ടിലെത്തുമ്പോഴും അന്യരുടെയും ബന്ധുക്കളുടെയും കുറ്റങ്ങളും കുറവുകളൊന്നും പറയാൻ പാടില്ല. പിന്നെ അമ്പലത്തിലെ പ്രസാദങ്ങൾ മറ്റു ഭവനങ്ങളിൽ കൊണ്ടു കൊടുക്കാൻ പാടില്ല. കഴിയുന്നത് അർഹിക്കുന്നവരെ വിളിച്ചു വരുത്തി കൊടുക്കാം. പിന്നെ നല്ല ഭക്തി. വെള്ളിപ്പാതുകങ്ങൾ, ലക്ഷ്മി ദേവിയുടെ വെള്ളിപ്പാതുകങ്ങൾ സൂക്ഷിക്കുന്നതും നല്ല ഫലം വരുത്തുന്നതാണ്. ഈ പാതുകങ്ങളുടെ ദിശ നിങ്ങൾ പണം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിലനിർത്താൻ ശ്രമിക്കണം. പിന്നെ താമര വിത്ത് മാല. ലക്ഷ്മി ദേവി താമരയിൽ വസിക്കുന്നതിനാൽ ഈ വിത്തുകൾ കൊണ്ട് നിർമ്മിച്ച മാലയുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ പൂജാമുറിയിൽ നിങ്ങൾക്ക് ഒരു നല്ല താമര വിത്ത് മാല സൂക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ലക്ഷ്മി ദേവി വീട്ടിൽ വസിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ